നമസ്കാരം. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന 2011-2012 അധ്യയന വർഷത്തിലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കലോത്സവമായ ലയതരംഗിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിൻ്റെ ധന്യമുഹൂർത്തം സമാഗതമായിരിക്കുകയാണ്. പഠനത്തിൻ്റെ വ്യാകുലതകൾ മറന്ന് ആഘോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഉത്സവ ദിനങ്ങളാണ് ഇനി പുലരുന്നത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. തുഷാരഹാര ധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാ വരദണ്ഡ മണ്ഡിതകരാ യാ ശ്വേത പദ്മാ ഭാവതീവ്രമായ ഒട്ടനവധി ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മലയാളി മനസ്സിൽ കുടിയേറിയ അനശ്വരനായ സംഗീത സംവിധായകൻ ശ്രീ ജോൺസൺ മാസ്റ്ററുടെ സർഗധന പ്രതിഭയ്ക്ക് മുന്നിൽ നമ്മുടെ കലാസപര്യയായ ലയതരംഗ് 2011 സാദരം സമർപ്പിച്ചുകൊള്ളുന്നു. പകരം വയ്ക്കുവാനാകാത്ത പ്രതിഭാധനനായ അദ്ദേഹത്തിൻ്റെ നിര്യാണം സംഗീത ലോകത്തിന് ഒരു തീരാനഷ്ടമായി തുടരുമെന്നത് നിശ്ചയം. ലയതരംഗ് 2011 ഈ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുവാൻ കോളേജ് സെനറ്റ് ചെയർമാൻ ശ്രീ നിഖിൽ ഗോപാലകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കുമാർ സർ, വിശിഷ്ടാതിഥി ശ്രീ ജെറി അമൽദേവ് സർ, മറ്റതിഥികളെ, അധ്യാപകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, 2011-12 അധ്യയന വർഷത്തിലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കലോത്സവമായ ലയതരംഗ് 2011 ഉദ്ഘാടനത്തിനാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മറക്കാനാകാത്ത ഈണങ്ങൾ സമ്മാനിച്ച മൺമറന്ന അതുല്യ പ്രതിഭ ശ്രീ ജോൺസൺ മാസ്റ്ററിൻ്റെ സ്മരണയ്ക്കായി ഈ ലയതരംഗ് 2011 ഞങ്ങൾ സാദരം സമർപ്പിക്കുന്നു. ഈ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കുമാർ സാറാണ്. കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും നമ്മെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ശ്രീ സുരേഷ് കുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ ശ്രീ ജെറി അമൽദേവ് സാറാണ്. മഞ്ഞിൽ വരുന്ന പൂക്കൾ എന്ന സൂപ്പർഹിറ്റ് ചലച്ചിത്രത്തിലൂടെ സിനിമാ സംഗീത സംവിധാനത്തിൽ അരങ്ങേറിയ ശ്രീ ജെറി അമൽദേവ് സാറിൻ്റെ ഒട്ടനവധി ഈണങ്ങൾ മലയാളികൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന അവാർഡ് 3 തവണ നേടിയ അദ്ദേഹം ഈ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലയതരംഗ് 2011 വേദിയിലേക്ക് അദ്ദേഹത്തിനെ ഞാൻ സാദരം സ്വാഗതം ചെയ്തിരുന്നു. ഇന്നിവിടെ ആശംസാ പ്രസംഗം അവതരിപ്പിക്കാൻ സന്നിധനായിരിക്കുന്നത് കോളേജ് ആർട്സ് ഇൻചാർജായ വിദ്യാർത്ഥികളിലെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വിനു തോമസ് സാറാണ്. സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ സഹായ സഹകരണങ്ങളും ലയതരംഗിൻ്റെ നടത്തിപ്പിന് നൽകിയ അധ്യാപകരെയും സെനറ്റ് അംഗങ്ങളെയും ഭാരവാഹികളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ലയതരംഗ് 2011 യഥാർത്ഥ താരങ്ങൾ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ്. വരുന്ന 3 ദിനങ്ങളിൽ തങ്ങളുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കുവാനും വിജയങ്ങൾ കൊയ്യുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ഓരോ വിദ്യാർത്ഥിനികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കുമാർ സാറാണ്. ലയതരംഗിൻ്റെ നടത്തിപ്പിന് ഏറെ സഹായ സഹകരണങ്ങൾ നൽകിയ അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ് സാർ, ആർട്സ് ഇൻചാർജ് ഡോക്ടർ വിനു തോമസ്, കോളേജ് ചെയർമാൻ നിഖിൽ, ആർട്സ് ക്ലബ് സെക്രട്ടറി ജോയൽ,
എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളെല്ലാം കാത്തിരുന്ന ഈ വർഷത്തെ ആർട്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ്. കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ആർട്സിൻ്റെ ഓഫ് സ്റ്റേജ് ഈവൻസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔപചാരികമായ ഉദ്ഘാടനമാണെന്ന് നടക്കുന്നത്. അക്കാഡമിക്കലി നമ്മുടെ കോളേജ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഏത് സ്ഥാനത്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ അക്കാദമി നിലവാരത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അതോടൊപ്പം തന്നെ ആർട്സ്, സ്പോർട്സ്, മറ്റ് ആക്ടിവിറ്റീസിലും നമ്മൾ ഒട്ടും തന്നെ പിന്നിലല്ല. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും നമ്മളായിരുന്നു 1-ാം സ്ഥാനം. സാറ് ജെറി അമൽദേവ് സാർ എന്നോട് ചോദിച്ചു നമ്മുടെ കോളേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കോളേജിൻ്റെ പ്രത്യേകത. സാറ് അതിനുശേഷം കയറി വന്നപ്പോൾ ഇവിടെ ഇരുന്നതിന് ശേഷം പറഞ്ഞു, ഇത്രയും നല്ല സ്മൈലിംഗ് ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഞാനും പറഞ്ഞു ഇതാണ് നമ്മുടെ കോളേജിൻ്റെ പ്രത്യേകത. മറ്റുള്ള കോളേജുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ എനർജറ്റിക്കായിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളും അധ്യാപകരുമാണ് നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അസറ്റ്. അതാണ് നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. നമ്മുടെ ഇവിടെ വിശിഷ്ടാതിഥി എത്തിയിട്ടുണ്ട്. പ്രശസ്ത, അതായത് അദ്ദേഹത്തിൻ്റെ ഈണങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിനെ കീഴടക്കിയ ആദരണീയനായ ജെറി അമൽദേവ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും കഴിയുമെങ്കിലും ഒരു പാട്ടും കേൾക്കുവാനായിട്ടാണ് നമ്മളിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്റ്റാറ്റസും മോഡൽ എഞ്ചിനീയറിംഗിൻ്റെ കൾച്ചറും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ആർട്സ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എന്നെ ഈ ലയതരംഗ് 2001 വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ലയതരംഗ് 2011 വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ജെറി അമൽദേവ് അവർകളാണ്. 1980 പുറത്തിറങ്ങിയ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് ചലച്ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് ഈ രംഗത്ത് അരങ്ങേറിയ അദ്ദേഹം മലയാളികൾക്ക് മറക്കാനാകാത്ത ഒട്ടനവധി ചലച്ചിത്ര ഗാനങ്ങളുടെ സൃഷ്ടാവാണ്. ലളിത മധുരവും സാധാരണക്കാരൻ്റെ ആസ്വാദനത്തിനുതകുന്നതുമായ അദ്ദേഹത്തിൻ്റെ ഈണങ്ങൾ ഇന്നും മലയാളികളുടെ ചുണ്ടുകളിൽ വിടരുന്നു. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, 1990 അപഹരണം, 1995 കഴകം എന്നീ ചലച്ചിത്രങ്ങളിലെ ഭാവതീവ്രമായ ഗാനങ്ങളുടെ സംവിധാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് നൽകി കേരള ജനത അദ്ദേഹത്തെ ആദരിച്ചു. ഇന്നും സംഗീതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് സംഗീത ലോകത്തിന് മുതൽക്കൂട്ടായി അദ്ദേഹം തൻ്റെ സപര്യ തുടരുന്നു. ശ്രീ ജെറി അമൽദേവിനെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനും തുടർന്ന് 2 വാക്ക് സംസാരിക്കുവാനും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Professors and student representatives on the days. ഞാൻ മലയാളത്തിൽ തന്നെയാണ്. എനിക്ക് മലയാളം അത്ര സ്പീച്ച് ചെയ്യാനൊന്നും നല്ല പിടുത്തമില്ല, പാട്ടുണ്ടാക്കുമെന്നല്ലാതെ. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് പറയാം. 1980 എന്നെ ഇങ്ങനെ ഒരു കോളേജിൽ, ഷാൽ ബി വെരി സ്പെസിഫിക്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഒരു ആർട്ട് ഉദ്ഘാടനത്തിന് കൊണ്ടുപോയി. യേശുദാസും ഞാനും ഉണ്ടായിരുന്നു. ആ കോമ്പൗണ്ടിൽ ഞങ്ങൾ എത്തിയ നിമിഷം മുതൽ അവിടുന്ന് പുറത്തിറങ്ങുന്നത് വരെ ഭയങ്കര ആഘോഷമായിരുന്നു. കുറുക്കന്മാരുടെ കൂക്കുവിളി ഫോർ അരമണിക്കൂർ. Can you believe it? In 1980,
the college students of Kerala did not even have the courtesy to recognize guests, forget their own cultural background. So whenever someone comes and invites me for a cultural inauguration, I am extremely frightened, not at the prospect of being hooted or howled at, but at the level, cultural, shall I say, the nadir of culture in Kerala. I mean it. I am now 70 years old. Someone has to tell you what is right and what is wrong. Art cannot function without discipline. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വന്ന് കുറേ ഡാൻസും പാട്ടും കേട്ടുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കണം, അതിൽ ഉൾപ്പെടുന്നവരെ എൻകറേജ് ചെയ്യണം. നമ്മുടെ സിനിമ ഈസ് നോട്ട് ദ ബെസ്റ്റ് വെഹിക്കിൾ ഫോർ അവർ ആർട്ട്. സിനിമയിൽ കുറേ പൈസയുള്ളവർ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവർ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പോകുന്നല്ലാതെ കൾച്ചറിനെ ആരും പരിപോഷിപ്പിക്കുന്നില്ല. ഒരു കാലത്ത് ഏതാനും ചില വ്യക്തികൾ അങ്ങനെ ചെയ്തു എന്നല്ലാതെ ഇപ്പോൾ ദ ഹോൾ തിങ് ഹാസ് ബിക്കം വെരി സാഡ് mechanism of generating profit without substance. However, may I request you, as students of an engineering college, that art or science both need an inevitable ingredient called knowledge. Without knowledge, you cannot get away with anything. Now, what's happening to India today is we are all trying to get away without knowledge. Our politicians are trying to get away without knowledge. Our educational institutions are getting away without knowledge. Our drivers are trying to get away without knowledge. Our PWD departments are getting away with knowledge. Everybody is blaming everybody, but nobody is blaming their lack of knowledge. And so, children, I encourage you to gather knowledge. Second thought I have for you is to have discipline. പാട്ടും കൂത്തും എല്ലാം വളരെ നല്ലതാണ്, പക്ഷേ അത് ശരിക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു മെൻ്റൽ ഡിസിപ്ലിൻ ആൻഡ് ഫിസിക്കൽ ഡിസിപ്ലിൻ ആർ റിക്വയർഡ്. May I also ask you to encourage your classmates and others by your simple words. നന്നായിരുന്നു കേട്ടോ, അത് കുറേ കൂടി നന്നാക്കാമായിരുന്നു, പക്ഷേ മോശമില്ല. ഇങ്ങനെ ഒരു എൻകറേജിങ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പൊതുവേ മലയാളികൾ ഇത് ചെയ്യാറില്ല. തുടക്കം തന്നെ യേശുദാസിനൊക്കെ ശരിയായില്ലല്ലേ, യേശുദാസ് എന്ത് പറ്റി, അയാൾക്ക് മുമ്പത്തെ പോലെയൊന്നും ഇപ്പോൾ പാടുന്നില്ല. ഇങ്ങനെ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ വാസന. ഇപ്പം ഞാനും അത് തന്നെ നിങ്ങളെയും ചെയ്യുന്നത്, തെറ്റ് കണ്ടുപിടിക്കുക. പക്ഷേ ഞാൻ പറയുന്നു, ആസ് ഇൻഡിവിജ്വൽസ് we should have an open attitude. I would like to tell you, if some of you felt that songs of Manjil Virinja Pookal was different from the songs you have been hearing, the only reason is I went after musical knowledge. When I became assisting Naushad, I began to assist Naushad, I found out I must know Western music because all these Goan people are handling the Western side of things. Violin endu vaayikkanam, guitar endu vaayikkanam, double bass endu vaayikkanam, jazz drum endu vaayikkanam, adinte counter melody engane violin evade vechu vaayipikkanam. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ല, പക്ഷേ അവരെ സഹായിച്ചിരുന്ന ഈ സോ കോൾഡ് ഓർക്കസ്ട്രേറ്റേഴ്സ് ഹൂ ആർ മോസ്റ്റ്ലി Goan musicians. So I came to realize, ശരിക്കും മ്യൂസിക് ഡിറക്ഷൻ ചെയ്യണമെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് ഒഫീഷ്യലായിട്ട് പഠിക്കണം. അങ്ങനെ with the permission of Mr. Naushad, I left for the United States and I went and studied. I took the bachelor's degree in Western music. After that, I took the master's degree in Western music.
and came back and did Manjil Virinja Pookal. And that is the difference in my opinion. Bluntly, the opinion that there is something different about those songs. Is there any difference in my songs in Manjil Virinja Pookal? Tell me. Yes or no? So all that I'm trying to tell you at the beginning of my speech, acquire knowledge. I wish you all the best. Thank you very much. ശ്രീ ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ അനശ്വരമായ ഗാനം ഈ വേദിയിൽ ആലപിക്കുവാൻ ശ്രീ അതുൽ രാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനിന്ന് ഇവിടുന്ന് പാടുന്നത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ശ്രീ ജോൺസൺ മാഷ് എന്നെ സംഗീത സംവിധാനം ചെയ്ത ദേവാങ്കണങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ശ്രീ ജെറി അമൽദേവ് സാറിന് മുമ്പിൽ, സാറിനെ പോലുള്ളൊരു വലിയ മ്യൂസിക് ഡയറക്ടറിന് മുമ്പിൽ എനിക്കിത് ആലപിക്കാൻ കഴിയുന്നതിൽ അതിൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീതചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീതചന്ദ്രനും ചൈത്രവേണുമോതും ചൈത്രവേണുമോതും മൃദുമന്ത്രകോകിലങ്ങളും മേളമേകുമിന്ദ്രനീല രാത്രി തേടവേ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. ആശംസാ പ്രസംഗത്തിനായി ശ്രീ വിനു തോമസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Respected Principal, respected Chief Guest Sri Jeri Amaldev, Chairman of the Senate Sri Nikhil, Art Secretary Sri Joel. The curtain has risen on yet another edition of Layatharang.
This year's festival has a difference in that we are organizing this as a tribute to the immortal Johnson Master, who was really one of a kind. As the saying goes, no prophet is recognized in his own country. I thank you, Jerisa, for inaugurating our fest, and hope and pray that we get to hear many more of your compositions for films in the years to come. I thank our principal, Dr. P. Suresh Kumar, for extending his wholehearted support for the conduction of the Arts Festival. I thank all my colleagues and members of the core committee who have worked hard for the conduction of the event. On a note of caution, I request all students to maintain decorum that is expected from you all. വിശിഷ്ടാതിഥിയെ പൊന്നാട അണിയിക്കുവാനും ഉപഹാരം സമർപ്പിക്കുവാനും പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ലെയത്തറിംഗ് 2011 ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ട അതിഥികൾക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കുമാർ സാറിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും തിരക്കിനിടയിലും ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്ന പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ജെറി അമൽദേവ് സാറിന് ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ ഈ കലാമേള വിജയകരമാക്കാൻ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും ഞാൻ എൻ്റെ പേരിലും സെനറ്റ് 2011 പേരിലും ഹാർദവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभाशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. भाई साहब, आपने बिजली का बिल अब तक नहीं भरा? कब भरेंगे सर? टेलीफोन का बिल भरा? वो कब भरेंगे सर? बेटा, मनी ट्रांसफर अब तक नहीं हुआ, कब भेजोगे? जल्दी करो ना बेटा. पापा, पापा, आप मेरा मोबाइल टॉप अप भूले तो नहीं ना? मुझे अभी चाहिए, अभी के अभी. क्या आप टेंशन फ्री लाइफ जीना चाहते हैं? अब अपने मोबाइल फोन से स्टेट बैंक फ्रीडम पे लॉग ऑन करके कीजिए पैसा ट्रांसफर, मोबाइल टॉप अप, बिल्स पेमेंट. स्टेट बैंक फ्रीडम, तो हुआ ना आपका बैंक आपकी जेब में. गजाननं भूतगणाधिसेवितं कवित्वजम्बूफल सारभक्षितम् उमासुतं शोकविनाश कारणं नमामि विघ्नेश्वर पादपङ्कजम्.
ബലഭദ്രാനുജ നിൽനേ പലദീനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ നലമോടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു നലമോടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നില നിരത വർണ്ണ മൃദുല കമല രുചിര നയന ബൃഹരേ നില നിരത വർണ്ണ മൃദുല കമല രുചിര നയന ബൃഹരേ അജിത ഹരേ ജയ മാധവ ആ വിഷ്ണു അജമുഖ ദേവ നാഥ ആ കോവലനും കണ്ണകിയും പ്രേമമോടെ തമ്മിൽ ചോഴനാട്ടിൽ യൗവനത്തിൻ തേന്നുകർന്നേ വാണു മാധവിയിൽ കോവലനു പ്രേമമുണ്ടായി തീർന്നു ജായയെയും വേർപിരിഞ്ഞു പാപമായി ദേവി ധൂർത്തുമൂലം കോവലന്റെ കീർത്തിയെല്ലാം പോയൊഴിഞ്ഞു മാപ്പു ചൊല്ലി വീടടഞ്ഞു മാധവിയെ വേർപിരിഞ്ഞു തിന്തിമിത്താരോ തകതിമിതിന്തിമിത്താരോ തകതിമിതിത്തേതകതിത്തേതകതിത്തേതകതിത്തേതകതിത്തേതകതിന്തിമിതിന്തിമിത്തോ ഇലത്താളം തിമില മദ്ദളമിടയ്ക്കയും ചേർന്നു പാട് കൊമ്പു കുറുകുഴൽ ശംഖു വണ്ടിനൊരോംകാര ശ്രുതി പാട് ഇലയിൽ പൊന്നലകളാടി മുടിയുലഞ്ഞു കാറ്റിലാടി മുളം കാടുകൾ ആട് തുമ്പിക്കിടാങ്ങൾ പാട് മഴമുകിലിന്നാട ചുറ്റി തുലാവർഷ മുകിലു താണ്ടി മഴമുകിലിന്നാട ചുറ്റി തുലാവർഷ മുകിലു താണ്ടി മധുരമൊഴിയായ സാക്ഷാൽ കൈരളിപാട് സാക്ഷാൽ കൈരളിപാട് ഇലത്താളം തിമില മദ്ദളമിടയ്ക്കയും ചേർന്നു പാട് കൊമ്പു കുറുകുഴൽ ശംഖു വണ്ടിനൊരോംകാര ശ്രുതി പാട് കുമ്മിയടിച്ചാടാം കൂട്ടുകാരെ പോരു കുഞ്ഞല നാട്ടിലെ മംഗമാരെ നളിനിയും നീലിയും നങ്ങലിയും കൂടെ പാണികൾ കൊട്ടിക്കൊണ്ടാടിടവേ പാണികൾ കൊട്ടിക്കൊണ്ടാടിടവേ എട്ടു ചുവടു കൊണ്ടെട്ടു പേർ ചേർന്ന് വട്ടത്തിലെത്തി പാട്ടുപാടി പവമാന സുവടുപട്ടു പാദാരവിന്ദമുലകു ശ്രീരാമയദുകുലേശ്വര നിത്യ ജയ മംഗളം രാജീവ നയന ത്യാഗരാജ വിനോദമുലകു ശ്രീരാമയദുകുലേശ്വര നിത്യ ജയ മംഗളം നിത്യ ജയ മംഗളം നിത്യ ജയ മംഗളം 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 മണിഗണമണിയുന്ന പരമേശൻ തനയനായി ഗണപതി തൂണ ചെയ്വാ പ്രണമിക്കുന്നേ കളവാണി സര
സരസ്വതി കരുണയോടടി എൻ്റെ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയേ ശ്യാമി സാമി സതി തം മയാ ശീഘ്രം സാധയേ ശ്യാമി സാമി സതി തം മയാ. നാമിഹ സേവിച്ചു നിൽപ്പൂ ഭീമരാജൻ ചൊല്ലു കേൾപ്പൂ. നാമിഹ സേവിച്ചു നിൽപ്പൂ ഭീമരാജൻ ചൊല്ലു കേൾപ്പൂ. നീ മതിമുഖി പീഡിപ്പൂ നാമിളകാതെ ഇരിപ്പൂ. നീ മതിമുഖി പീഡിപ്പൂ നാമിളകാതെ ഇരിപ്പൂ. രാപ്പകൽ നടന്നാൽ പില്ലാമേ കാൽ പരിശ്രമം കോർപ്പണേ എന്നഴൽ എല്ലാമേ. ബാഷ്പമെല്ലാം നിൽക്ക നിന്നെ ചേർപ്പണേ താന്തനോടിപ്പോൾ. ബാഷ്പമെല്ലാം നിൽക്ക നിന്നെ ചേർപ്പണേ താന്തനോടിപ്പോൾ. താൽപര്യം മറ്റൊന്നില്ല മേൽപ്പുടവയെടുക്കേണം. താൽപര്യം മറ്റൊന്നില്ല മേൽപ്പുടവയെടുക്കേണം. നേത്രപടി മണ്ണിൽ നടന്നു പണ്ടു നിന്നെ കണ്ടെത്തുവോളം ഞങ്ങൾ തളർന്നു. അത്തലില്ലതു കൊണ്ടാർക്കും ഇത്രമാത്രത്തിനെന്തുള്ളൂ. അത്തലില്ലതു കൊണ്ടാർക്കും ഇത്രമാത്രത്തിനെന്തുള്ളൂ. കുസര കോസല രാജ്യം ദൃഷ്ടിദീന പ്രാപ്യമല്ലോ. കുസര കോസല രാജ്യം ദൃഷ്ടിദീന പ്രാപ്യമല്ലോ. ദീനതയെനിക്കില്ല ബാലേ സാകേതത്തിനും ഞാനറിയും വഴി വഴി പോലെ. ദാനവരെ വെല്ലും ചൈത്ര ധാനവകൂലീനം തപം. ദാനവരെ വെല്ലും ചൈത്ര ധാനവകൂലീനം തപം. ഞാനറിയുമെന്നല്ല പറ്റൂടമെന്നെയുമറിയും. പാളവെച്ചിട്ടുണ്ടെന്മാനില്ല ഇല്ലെന്മാനില്ല. നിളി നിന്നു വന്നു കളിയല്ല. ആളകമ്പടികളോടും മേളവാദ്യഘോഷത്തോടും നാടുവാഴും പുള്ളോരെത്തി വേളി നാളെ എന്നും ചൊല്ലാം. യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയേ ശ്യാമി സാമി സതി തം മയാ. മന്മഥനാശനൻ പണ്ട് കൈലാദ്രരൂപിയായി ദേവിയുമൊത്ത് കാത്ത പരീക്ഷണം ചെയ്തു. കാത്ത പരീക്ഷണം ചെയ്തു. താപത്തെ ഭാവത്തെ പൂണ്ടു
അവൻ ധോരണ പഞ്ചയിനാളിൽ വേട്ടയാടാൻ എന്ന ഭാവത്തെ നീ തന്നെ കൂട്ടമായി ബാണങ്ങളേതു ബാഷുപരത്തെയും നൽകി തീർത്തവൻ ഗർവിനെ അല്പമില്ലാതെ ആശുമറന്നങ്ങു പോയി. ഓർത്താൽ ആശ്ചര്യം മറ്റൊന്നുണ്ടോ? വേദതി കുർവതി മോഹം അതിഗർവിതരായി ഭൂർവിതലത്തിൽ ഗർവതു വിഷയിൽ വെച്ചാൽ ഏതൻ സർവശരങ്ങളുമേകും. ചന്ദ്രകലാധര പാലയമാം ചന്തുമയമതി പാലയമാം ഇന്ദമുഖമര മന്ദിര മാതര വൃന്ദകൃപാലയ പാലയമാ വൃന്ദകൃപാലയ പാലയമാ. നാനാജനങ്ങളും കേട്ടുകൊള്ളിൻ നാളൊരു നാഴിക നേരം പോലും നാമം പലതുണ്ടതിലൊരു നാമസങ്കീർത്തനം ചെയ്യണം നാണം വീണ കീർത്തനം ചെയ്യണം നാണം വീണ. ബാലകന്മാരെ ധരിച്ചുകൊള്ളിൻ മനുഷ്യ ജന്മം പഴുതവരെ മാനദാരിൽ മറന്നു പോകാതെ സ്മരിച്ചു കൊള്ളേണമേ സാംബശിവ സ്മരിച്ചു കൊള്ളേണമേ സാംബശിവ. മാനവൈരി ദേവനിന്ന് മാമല മകളോടൊത്ത് മാലിനി മാറാടും കളി കണ്ടിടുന്നുണ്ടേ തതേത. കാട്ടുപൂവും ചൂടിയിടേണം വായ്ക്കുരവ ഇട്ടിടേണം പട്ടോൽ മൊഴി മാരെ തൂളി തൂളിച്ചിടേണം തതേത. അർദ്ധനാരീശ്വര ദേവ താർത്ഥനാഴി ചെയ്താലേറ്റം ഭദ്രമതി മാർക്കോ ഇന്ദ്ര തൃപ്തിയേറിടും തതേത. മംഗളം പിഴയെല്ലാം തീർത്തു ഞങ്ങളെ പരിപാലിച്ചിടവേണം ശ്രീകൃഷ്ണ യദുകുലേശ നിത്യം ജയ. മംഗളം 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 മംഗളം. ഉണ്ണിഗണപതി തമ്പുരാനെന്നുടെ ഉള്ളത്തിൽ വന്നു വീളങ്ങിടേണം. ദേവി ഭഗവതി താനും മുകുന്ദനും വ്യാസനും സദ്ഗുരുനാഥൻ താനും. വാണി സരസ്വതി ദേവി മൂകാംബികെ പാണി പിഴയ്ക്കാതെ കാത്തിടേണം. മാന്യമതേ അഖില ഭുവന തദ കീർത്തി ബുധജനമാ മാന്യമതേ. ദൈന്യമെന്ന വാർത്ത പോലും പരമൊഴു പൊഴുതറിയാതെ ഭവാൻ. ദൈന്യമെന്ന വാർത്ത പോലും പരമൊരു പൊഴുതറിയാതെ ഭവാൻ. വൈന്യസമഹൃദു പർണഭൂമിപ വൈന്യസമഹൃദുപർണഭൂമിപ വജനമേത ധ്രുവകർണയതാ മമ മാന്യമതേ അഖില ഭുവന തദ കീർത്തി ത്രുതജനമാ മാന്യമതേ. ശങ്കനീയനാകിലും കുതുകം കദഞ്ജന ചൊല്ലുവ. ശങ്കനീയനാകിലും കുതുകം കദഞ്ജന ചൊല്ലുവ. നിങ്കലവസരമിങ്ങനങ്കുശം പിന്നുരിങ്കിതമിങ്ങനെ. നിങ്കലവസരമിങ്ങനങ്കുശം പിന്നുരിങ്കിതമിങ്ങനെ. സങ്കുല സകലാഭ്രമ
ശംഖമദല മംഗളധ്വനി ശംഖമദല മംഗളധ്വനി മിന്നുകേശുനി ശമ്യത്തെ മാന്യമതേ അഖില ഭുവന കീർത്തി ദ്രുതചലമാ മാന്യമതേ. ഇന്നിതിന്നൊരു കാരണം ശൃണു പന്തനീർമുലർ മാർമണി ഇന്ദിതിന്നൊരു കാരണം ശൃണു പന്തനീർമുലർ മാർമണി സുന്ദരീതമയന്തി കാനന ഭ്രാന്തനൈഷദരൂഷിണി സുന്ദരീതമയന്തി കാനന ഭ്രാന്തനൈഷദരൂഷിണി താന്തനിക്കു നിരാന്തരവ്യനിശാന്ത കേളിഷു ബാന്ധവം താന്തനിക്കു നിരാന്ത്യവന്യനിശാന്ത കേളിഷു ബാന്ധവം കാന്തനാകി ദ്രുപാന്തരം കാന്തനാകി ദ്രുപാന്തരം കാന്തനാകി ദ്രുപാന്തരം പരിപാൽതു നിന്നു സഭാന്തരേ മാന്യമതേ അഖില ഭുവന തദ കീർത്തി മുദജനമാ മാന്യമതേ. എന്തു കേട്ടൊരു വാചകം ചതുരാർണവാന്തര രാജകം എന്തു കേട്ടൊരു വാചകം ചതുരാർണവാന്തര രാജകം എന്നോടെന്നോടു സന്നദ്ധാംഗി ഇണങ്ങുമെന്നൊരു കൗതുകാൽ എന്നോടെന്നോടു സന്നദ്ധാംഗി ഇണങ്ങുമെന്നൊരു കൗതുകാൽ വന്നു വന്നു നിറഞ്ഞുകൊണ്ടിനം ഇന്നതെന്നുറച്ചിന്നലേ വന്നു വന്നു നിറഞ്ഞുകൊണ്ടിനം ഇന്നതെന്നുറച്ചിന്നലേ ഇന്നു കേട്ടിതു നാളെ ഇന്നിതു ഇന്നു കേട്ടിതു നാളെ ഇന്നിതൊരാളു മൂലം എന്നതും മാന്യമതേ അഖില ഭുവന കീർത്തി ദ്രുതചനമാ മാന്യമതേ. അഞ്ജനിന്ദ്രവാക്യശാസ്ത്രമന്ദമറ്റു കൊണ്ടു സന്ധികൾ പിറന്നു പാർത്തനന്ദനാക്കിടന്നു ബന്ധുവായ വിപ്രൻ തൻ്റെ സന്തതിയെ കാൺമാൻ അന്തകപുരത്തിലേന്തി ചന്തമോടു വേഗം കൗരവാദി നരകങ്ങളൊക്കെയും തിരഞ്ഞു കൗരവേന്ദ്രനൊരിടത്തു കണ്ടതില്ലവനെ കൗരവേന്ദ്രനൊരിടത്തും കണ്ടതില്ലവനെ പങ്കജാക്ഷൻ കടൽ വർണ്ണൻ പഞ്ചശരൂപൻ കൃഷ്ണൻ പണ്ടൊരു നാൾ കാളിന്തിതൻ കടവിലെത്തി തടൈതാം ചന്ദനക്കൽ പടവിങ്കൽ ശീലയെല്ലാം അടിച്ചിട്ടു ചഞ്ചലമിഴിമാർ മുങ്ങി കുളിക്കും നിറം തടൈത പട്ടുചീല കട്ടുവാരി പൊന്നരയാൽ കൊമ്പിലേറി കുത്തഴിച്ചു ചുളി നീക്കി മടക്കി കുത്തി തടൈത പല്ലവപ്പൂ ചുണ്ടുകളാൽ വെള്ളിയോട് കുഴലൂതി ലല്ലലലം ചലിക്കുന്ന കൈവിരലോടെ മുങ്ങിത്തുടിച്ചു കുളിച്ചൊരുങ്ങി മുപ്പാലദേവി കൈവണങ്ങി മുങ്ങിത്തുടിച്ചു കുളിച്ചൊരുങ്ങി മുപ്പാലദേവിയെ കൈവണങ്ങി അടകൾ ചാർത്തി മുടികളിൽ പൂങ്കുല ചൂടി കരങ്ങളിൽ കങ്കണം ചാർത്തി കരങ്ങളിൽ കങ്കണം ചാർത്തി ലല്ലാടങ്ങൾ തന്നെന്നം താനെന്നം മഞ്ഞക്കുൾ ചാർത്തി തന്നെന്നം താനെന്നം മഞ്ഞക്കുൾ ചാർത്തിയ മങ്കമാർ ചുറ്റും നിറന്നിടുന്നു അഷ്ടമംഗല്യം മുന്നിലൊരുങ്ങിടുന്നു അഷ്ടമംഗല്യം മുന്നിലൊരുങ്ങിടുന്നു പാതിര പൂവുകൾ ചൂടിടണം തിരുവാതിര പാട്ടുകൾ പാടിടണം
പാതിരപ്പൂവുകൾ ചൂടിടണം, തിരുവാതിര പാട്ടുകൾ പാടിടണം. എഴുതിരിയിൽ നിളവിളക്കെന്തുന്ന നിറം, നിറപറ പൊങ്ങുന്ന നിറം, നിറപറ പൊങ്ങുന്ന നിറം. തിരുമുമ്പിൽ മാനം നിറഞ്ഞാടുന്നൊരു നാരായണ കേട്ടപ്പോൾ, മാനം നിറഞ്ഞാടുന്നൊരു നാരായണ കേട്ടപ്പോൾ ഈണത്തിൽ പാടിക്കളിച്ചിടേൻ, നന്നായി ഈണത്തിൽ പാടിക്കളിച്ചിടേൻ, നന്നായി ഈണത്തിൽ പാടിക്കളിച്ചിടേണം. മാധവ ഭവാനുതേ മംഗളം, ഹരേ കൃഷ്ണ മാധവ ഭവാനുതേ മംഗളം. ദശരഥ നന്ദന സീതാ മനോഹര, സീതാ മനോഹര ദാനവ സംഹാര ദയാനിതേ, മാധവ ഭവാനുതേ മംഗളം, ഹരേ കൃഷ്ണ മാധവ ഭവാനുതേ മംഗളം, മംഗളം, മംഗളം. തുടുതുടേ നല്ല കദളിപ്പഴം, തുമ്പിക്കൈക്കൊക്കെ നിരത്തി വച്ചു, തിരുമുൻപിൽ പാത്രം നിരത്തി വച്ചു, തിരുനീരെ വാരി അമൃത് ചെയ്യുക, തിരുവാഴവില്ലിൽ ഗണപതിയെ ഞാനിതാ തൃപാദം കുമ്പിടുന്നേ. കൗതുകത്തോടനുദിനം കൈതമുറ്റത്തമർന്നിടും കൗശേയ വസ്ത്രധാരിണി ധാത്രി വല്ലഭേ, ഖേദമെല്ലാം ഒഴിച്ചെന്റെ നാവു തന്മേലെല്ലായ്പ്പോഴും മോദമോടെ സരസ്വതി നൃത്തമാടേണം. എന്തോഴി ഗുണശാലിനി കാന്തനോടെന്തേ സന്താപം അതു ചൊല്ല നീ.